ശ്രീരാഗാണ് നമുക്കിപ്പോൾ ഉള്ളത്. ശ്രീരാഗ്, നമസ്കാരം. ശരിക്കും മോസ്റ്റ് പോപ്പുലർ കണ്ടസ്റ്റന്റ് എന്ന് പറയുന്ന അവാർഡ് വാങ്ങുന്നതിന് മുമ്പ് തന്നെ വോട്ടിങ്ങിലൂടെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ആ അവാർഡ് കിട്ടിക്കഴിഞ്ഞതാണ്. ശ്രീരാഗ് അങ്ങനെയാണല്ലോ വന്നത്. സ്റ്റാർ സിംഗർ സീസൺ 9 ശ്രദ്ധിക്കുന്നത് ശരിക്കും ശ്രീരാഗിന്റെ ചില ട്രോളുകൾ പുറത്തു വരുമ്പോഴാണ്. എല്ലാവരും തമാശ പറയാനും ഒക്കെ ഉള്ളൊരു സ്വാതന്ത്ര്യം ശ്രീരാഗിന്റെ അടുത്ത് ഉണ്ടായിരുന്നു. ഇത് വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഉണ്ണികൃഷ്ണൻ സാർ പാടിയ ഇന്നിസൈ പാടി വരും ആ പാട്ടിന്റെ 2 വരി ഒന്ന് കേട്ടിട്ട്. கண்ணில்லை என்றாலோ நிறம் பார்க்க முடியாது, நிறம் பார்க்கும் உன் கண்ணை நீ பார்க்க முடியாது. குயிலிசை போதுமே, அட குயில் முகம் தேவையா, உணர்வுகள் போதுமே அதன் உருவம் தேவையா. கண்ணில் காட்சி தோன்றிவிட்டால் கற்பனை தீர்ந்துவிடும், கண்ணில் தோன்ற காட்சியில்தான் கற்பனை வளர்ந்துவிடும். தரராரீரராரீர ஒரு சுகமே, இன்னிசை பாடி வரும் இளம் காற்றுக்கு உருவமில்லை. ശരിക്കും അന്ന് കാസറ്റ് ഇട്ടിട്ട് ഈ പാട്ട് കേട്ട ഓർമ്മയിലേക്ക് ഞാൻ പോകുന്നുണ്ടായിരുന്നു. സ്റ്റാർ സിംഗറിന്റെ വിജയങ്ങളിലൊന്ന് ഇങ്ങനെ നൊസ്റ്റാൾജിയ വർക്കൗട്ട് ചെയ്യുന്ന കുറെ പാട്ടുകൾ സെലക്ട് ചെയ്യുന്നത്. ആ വേദിയിൽ അവസാനം വരെ എത്തി നിൽക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. എങ്ങനെയായിരുന്നു ആ ജേണിയെ കുറിച്ചൊന്ന് ചുരുക്കി പറഞ്ഞു. ഇതുവരെ റിയാലിറ്റി ഷോയിലൊന്നും ട്രൈ ചെയ്തിട്ടില്ല. എന്തോ ഒരു പെട്ടെന്ന് തോന്നി അങ്ങ് വന്നു. ഞാനും ഗോകുലും കൂടെയാണ് വന്നത്. ഞങ്ങൾ അറിയായിരുന്നു നേരത്തെ. ഞങ്ങൾ വന്നു, സെലക്റ്റഡ് ആയി എന്ന് പറഞ്ഞാൽ അതൊരു ആ ഒരു ഫ്ലോയിലങ്ങ് പോയി. കുറേ ഭാഗ്യങ്ങളുണ്ടായി. ചിത്ര ചേച്ചിയെ കാണാൻ പറ്റുന്നതും ആഴ്ചയിൽ നമ്മുടെ പാട്ട് കേൾക്കുന്നത് ചിത്ര ചേച്ചിയാണ്. അതിൽ നല്ലതിനെ അപ്രിഷ്യേറ്റ് ചെയ്യും, അതുപോലെ തെറ്റുകൾ തിരുത്തി തരികയൊക്കെ ചെയ്യുന്നത് നമ്മൾ ഈ പാട്ട് കേട്ടിട്ട് കിടന്നിരുന്ന അതിലെ സ്വരമുള്ള ചിത്ര ചേച്ചിയാണ് നമ്മുടെ പാട്ടിനെ പറ്റി അഭിപ്രായം പറയുന്നതൊക്കെ എന്നൊക്കെയുള്ള അതൊക്കെയാണ് വലിയ കാര്യമായിട്ട്. ഷൂട്ട് നടക്കുമ്പോൾ തന്നെ നമ്മൾ അങ്ങനെയും കൂടെ വിചാരിക്കൂലായിരുന്നോ നമ്മുടെ മുമ്പിലിരിക്കുന്നത് ചേച്ചിയാണ്? നമ്മളങ്ങ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാലേ അയ്യോ ഇത് KS ചിത്രയാണ്, ഒരു ലെജൻഡറി സിംഗറാണ് എന്നുള്ളതൊക്കെ നമ്മളങ്ങ് മറക്കും. എന്നിട്ട് നമ്മളിങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും ഇങ്ങനെ പാട്ട് വരുമ്പോൾ അയ്യോ ഇത് പാടിയ ആളല്ല ഇരിക്കുന്നത് എന്ന് പെട്ടെന്നൊരു റിയാലിറ്റിക്ക് വന്നിട്ട് പിന്നെ തിരിച്ച് ഏതാ റിയാലിറ്റി എന്നറിയില്ല. പക്ഷേ ചേച്ചി ഭയങ്കര കൂളാണ്. അതുകൊണ്ട് വേറൊരു എക്സ്പീരിയൻസ് ആണ് ചേച്ചിയായിട്ടുള്ള. അതിലൊപ്പം ഉണ്ടായിരുന്ന ഇപ്പോൾ സിത്തുമണി എന്ന് എല്ലാവരും സ്നേഹത്തോട് വിളിക്കുകയും വിധു പ്രതാപും ഒക്കെ ഇരിക്കുന്ന ഒരു സ്പേസിലാണ്. എല്ലാവരും പരസ്പരം തగ్గടിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒരു വേദിയും കൂടെയാണ്. ചേച്ചിയാണ് കുറച്ച് പുറകിലായിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഇൻട്രോവേർട്ടാണ് ശരിക്കും ശ്രീരാഗ്. പക്ഷേ അവരെ കൂടെ അങ്ങ് സിങ്ക് ആയി പോയിട്ടുണ്ടായിരുന്നു. ആക്ഷൻ പറഞ്ഞ് കട്ടിന്റെ ഇടയ്ക്ക് അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന്റെ ഞാൻ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിന് ആ മൊത്തം ആ ഒരു ദിവസം മുഴുവൻ അങ്ങനെയാണ് ശരിക്കും. അവിടെ ഇടയ്ക്ക് ആക്ഷനും കട്ടും പറയുന്നു എന്ന് മാത്രം. ഫുൾ ടൈം അങ്ങനെ തന്നെയാണ്. അത് നമ്മുടെ ഡയറക്ടർ സർഗോസ് സാറിൻ്റെ ഒരു സംഭവമാണ്. എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ഒരു ഫ്ലോറിലാണ് പോകുന്നതെങ്കിലും നമ്മൾ സർഗോസ് സാറിൻ്റെ അടുത്ത ആളാന്നുള്ളൊരു എല്ലാവരും മനസ്സിലങ്ങനെ ഒരു സംഭവമാണ്. അത് അങ്ങനെ ഒരു ഫീല് സാർ എല്ലാവരിലേക്കും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് മൊത്തം അവിടെ അങ്ങനെ ഒരു സാധനം ക്രിയേറ്റഡ് ആയത്. അങ്ങനെയാണ് ഞാനൊരു സ്റ്റാർ സിംഗറിൻ്റെ ഷൂട്ടിലാണ് ഇരിക്കണമെന്നോ ഷൂട്ട് ചെയ്യാൻ പോകണമെന്നോ പാടാൻ പോകണം അങ്ങനെയല്ല. നമുക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലത്ത് വരുന്ന ഒരു പ്രതീതിയായിരുന്നു മൊത്തത്തില്. ഉള്ളിലുള്ളതൊക്കെ അങ്ങ് വന്നു മാത്രം. എനിക്ക് തോന്നുന്നു ചെറുപ്പത്തില് സ്ത്രീ ശബ്ദത്തിൽ പാടാൻ കഴിയുന്ന ഒരു ശബ്ദം ഉണ്ടായിരുന്നു. എപ്പോഴത്തേക്ക് അത് മാറി വന്നേ? ശബ്ദം മാറുന്നൊരു സമയമുണ്ടല്ലോ കുട്ടികൾക്ക്. 8ാം ക്ലാസ് 9ാം ക്ലാസ് ആ സമയത്ത്. അതിന് മുമ്പ് പാടില്ലായിരുന്നോ? അതിന് മുന്നേ പാടുമായിരുന്നു. അപ്പൊ അങ്ങനെ ശബ്ദം മാറി. ആദ്യം ചെറിയ ശബ്ദമായിരുന്നു, പിന്നെ ഇപ്പോഴും ചെറിയ ശബ്ദം തന്നെയാണ്. സുഖമുള്ളൊരു ശബ്ദമാണ് ശരിക്കും. ശ്രീരാഗ് പാടുന്ന ചില സമയത്തൊക്കെ ഞാൻ വിചാരിക്കും എത്രയോ റൊമാൻറ്റിക് ആയിട്ട് ആ സോങ് ആ ഫീലോട് കൂടി നമുക്ക് കേൾക്കാൻ പറ്റുന്നു. എനിക്ക് തോന്നുന്നു ആദ്യഘട്ടങ്ങളിൽ പാടിയത് ചന്ദനലേപ സുഗന്ധം പാടുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ജയകുമാർ സാറിന്റെ അസാധ്യമായ വരികളാണ്. അപ്പോ ചന്ദനലേപ സുഗന്ധത്തിന്റെ 2 വരി ഒന്ന് പാടും. ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ, ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ, മൈവർണ്ണപ്പെട്ടി തുറന്നു കൊടുത്തത് യൗവനമോ
യൗവനമോ ഋതുദേവതയോ ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ. ഈ പാട്ടുകളൊക്കെ ശരിക്കും ഒരു റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടി പഠിച്ചെടുത്തതാണോ അതേ ഉള്ളിലുള്ളതാണോ? ഉള്ളിലുള്ളതാണ്. നമ്മൾ കേട്ട് അറിയാവുന്ന പാട്ടാണല്ലോ ചന്ദന സുഗന്ധം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ അതിനു വേണ്ടി കേൾക്കേണ്ട. എന്നാലും ഈ ഷോയ്ക്ക് വേണ്ടി പഠിക്കുമ്പോൾ നമ്മളൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കേൾക്കണം. നമ്മൾ പഠിക്കാൻ വേണ്ടി കേൾക്കുന്നതും കേട്ട് 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 നമ്മൾ പഠിച്ച നമ്മുടേതായ ഒരു വെർഷൻ ആയിരിക്കും നമ്മളൊക്കെ പാടുന്നത്. ഒറിജിനലിൽ ഒരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ഒറിജിനൽ പോലെ പാടണമെന്നുള്ളൊരു. ഇപ്പം നമ്മളൊക്കെ ലൂപ്പിട്ട് തന്നെ ഒരു 4-5 പ്രാവശ്യം അറ്റ് എ ടൈം കേൾക്കാറുണ്ട് ചില പാട്ടുകളൊക്കെ. നമുക്ക് ഇഷ്ടപ്പെടുന്ന ചില പാട്ടുകളൊക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇപ്പം ഷോയ്ക്ക് വേണ്ടിയിട്ടൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാനും നമ്മുടെ തലയ്ക്കുള്ളിൽ ഇത് കയറണ്ടേ. ഓരോ പാട്ടുകൾ പോലെ ഇരിക്കും. ചില പാട്ട് ഓൾറെഡി നമ്മൾ അത്ര ഇഷ്ടമുള്ള പാട്ടുകൾ ആ ഡീറ്റെയിലൊക്കെ നമ്മുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടാവും. അത് റീപ്രൊഡ്യൂസ് ചെയ്താൽ മതി. അതെ അതെ അതെ, അത് നമുക്ക് അറിയായിരിക്കും അതിൻ്റെ എല്ലാം. നമ്മൾ പോലും അറിയാതെ അത്രയും ഇഷ്ടമുള്ള പാട്ടുകളെ. ചില പാട്ടുകൾ നമ്മൾ പഠിക്കുമ്പോൾ കൂടുതൽ കേൾക്കാനും തോന്നില്ല നമുക്ക്. കാരണം കേട്ട് കേട്ട് അതിനോടുള്ളൊരു ഇഷ്ടം പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. നമ്മൾ പഠിക്കാൻ വേണ്ടി കേൾക്കുന്ന പാട്ട് എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഭവം അല്ലല്ലോ. ആ പരിപാടി തന്നെ ഒരു റോങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ തവണ അങ്ങനെ കേൾക്കാൻ തോന്നിയില്ല കേൾക്കാതിരിക്കുക. പിന്നെ നമ്മൾ പഠിച്ച വേർഷനും കൊണ്ട് ഗ്രൂമേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ അതിലെന്തെങ്കിലും വ്യത്യാസം അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എടാ അതിങ്ങനെയാണല്ലോ എന്ന് പറയുമ്പോൾ ഓക്കെ, അപ്പോൾ അത് തിരുത്തുക. കേൾവിയിൽ അങ്ങനെ കാര്യമായി തെറ്റൊന്നും പഠിക്കില്ല. ഏകദേശം അതുപോലൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ പഠിച്ചു വയ്ക്കുക. ഈ ആറ്റിരമ്പിലെ കൊമ്പിലെ പാടുന്ന സമയത്താണ് ദിശയുടെ കൈ പിടിച്ച് ആ പാട്ട് പാടുന്ന സമയത്ത് വരി മാറിപ്പോകുന്നുണ്ടല്ലോ. മാറിപ്പോയത് അയാളുടെ കയ്യിൽ പിടിച്ചത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് വിധു ഒരു കഥ ഉണ്ടാക്കുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഒരു സ്പോണ്ടേനിറ്റി ഉണ്ട്. ഈ സ്പോട്ടിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കഥകളൊക്കെ ഡെവലപ്പ് ആവുന്നത് അതെങ്ങനെയാണ് ആസ്വദിക്കുന്നത് ശരിക്കും? ഞാൻ ആസ്വദിക്കുന്നുമില്ല, ഇഷ്ടപ്പെടാതിരിക്കുന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആസ്വദിക്കുന്നില്ലെന്നല്ല, അതവിടെ സംഭവിക്കുന്നു. അതൊരു ഷോയുടെ പാർട്ടാണ്, അതുകൊണ്ട് അങ്ങനെ ബിഹേവ് ചെയ്യുന്നു. അങ്ങനെ ഞാൻ ചിന്തിക്കുന്നില്ല. അതായത് നമ്മളിപ്പോ ഒരു ക്യാമറയും ആക്ഷനൊന്നും ഇല്ലെങ്കിലും അവിടെ ഇങ്ങനെ കൈവിടുമ്പോൾ വിധിച്ചേട്ടൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് പുള്ളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയൊന്നല്ല, തമാശ, മൊത്തത്തിലൊരു തമാശ ഉണ്ടല്ലോ അവിടെ. അങ്ങനെ പറയുമ്പോൾ എനിക്കത് വിഷമിക്കേണ്ട കാര്യമില്ല, ഞാൻ എൻജോയ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അത് ട്രോളൊക്കെയായി മാറുമ്പോൾ ആൾക്കാർക്ക് കൂടുതൽ പേര് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാം. എനിക്കൊരു തോന്നുന്നു ആൾക്കാരുടെ മനസ്സിലേക്ക് എത്തിയത് ഇത്തരം ഒരു നിഷ്കളങ്കതയും കൂടെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഒരു പയ്യൻ അവിടെ നിൽക്കുന്നു, നന്നായിട്ട് പാടുന്നു, അധികം സംസാരിക്കുന്നില്ല, അതൊക്കെ കൊണ്ട് ആൾക്കാർക്കൊക്കെ ഒരു ഇഷ്ടം തോന്നി. അവരുടെ ഒരാളായിട്ടും അവര് ഒരുപക്ഷെ ശ്രീരാഗിനെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതോ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മൈൻഡ് ഡെവലപ്പ് ആയത് ഒരുപക്ഷെ അത്തരത്തിലുള്ളൊരു മിതത്വം ഉള്ളത് കൊണ്ടായിരിക്കും. അത് തീർച്ചയായിട്ടും. കാരണം നമ്മൾ പാട്ട് ഇതിൻ്റെ ഒരു സ്റ്റാർ സിംഗറിൻ്റെ ഓഡിയൻസ് ഉണ്ടെങ്കിൽ ട്രോളുകൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഈ ട്രോളുകൾ ഇങ്ങനെ വ്യൂസ് കൂടുന്നതിനനുസരിച്ച് എല്ലാത്തരം ആളുകൾ ഇപ്പോൾ പാട്ട് കേൾക്കാൻ താല്പര്യമില്ലെങ്കിലും പാട്ട് കേൾക്കാൻ താല്പര്യമില്ലാത്തവരില്ല ഉണ്ടെന്നല്ല, ഇതിൻ്റെ ഒരു ഓഡിയൻസ് ഉണ്ടല്ലോ, അതല്ലാത്ത ആളുകളുടെ ഇടയിലേക്കും ഈ ട്രോളുകൾ എത്തുമല്ലോ. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഫേസ് ഫെമിലിയർ ആവുന്നതും, അല്ലെങ്കിൽ ഇതെന്താ പരിപാടി എന്ന് നോക്കാം അതിൽ കുറച്ച് പേര്. അപ്പോൾ എന്തായാലും അത്തരം സാധനങ്ങൾ തന്നെയാണ് ഈ പോപ്പുലാരിറ്റി കൂട്ടിയിട്ടുള്ളത്. ഈ ശരിക്കും ദിശയുടെ കൈ പിടിക്കുമ്പോൾ നെർവസ്നെസ് ഉണ്ടായിരുന്നു ആക്ച്വലി? അത് കൈ പിടിച്ചപ്പോൾ ആയതല്ല, അത് രണ്ടാമത്തെ പാട്ടോ അങ്ങനെ എന്തായിരുന്നു തുടക്കത്തില്. അപ്പൊ ഒരു ഡ്യുവറ്റാണ്, ഈ വരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുതല്ലോ. അപ്പൊ ആ പാട്ടിൽ എനിക്ക് ആ വരി മാറുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇങ്ങനെ നോക്കി വരുമ്പോഴാണ് നമ്മൾ ഈ കൈ പിടിക്കുന്ന പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊരു താളത്തിലാണ്. മിണ്ടാതടി കുണുങ്ങാൻ കൂട്ടുകാരിയിൽ വിട്ടാലേ തിരിച്ച് ദിശയുടെ കൈ വന്നിട്ട് അടുത്ത വരി എനിക്ക് പാടാൻ പറ്റുള്ളൂ. ദിശയുടെ കൈ വരണമെന്നില്ല, അങ്ങനെ വിട്ടിട്ട് ആ ഒരു താളത്തിനാണ്. എന്താന്ന് വെച്ചാൽ കൂട്ടുകാരിയിൽ വിട്ടില്ല, കൂട്ടുകാരി കഴിഞ്ഞിട്ടാ വിട്ടെ. അപ്പൊ ഞാൻ ഈ വിട്ട കൈ തിരിച്ചു വരണ്ടേ, അപ്പൊ അങ്ങനെ താളം തെറ്റിയപ്പോ പറ്റിയതാ. പക്ഷെ അത് നല്ല ട്രോളായിരുന്നു കേട്ടോ, മനോഹരമായ ട്രോളായിരുന്നു. ഈ ദിശയുടെ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് നിങ്ങൾ രണ്ടും കൂടെ പാടിയതും ഒക്കെ അസാധ്യമായ പാട്ടുകളാണ്. ദിശ ഒരു കുറച്ചുകൂടെ ഈ പറയുന്ന രീതിയിൽ ക്ലാസിക്കല് ഭയങ്കരമായിട്ട് ഇംപ്രവൈസ് ചെയ്തോ ഇല്ലെങ്കിൽ നമ്മളെ കേൾക്കാൻ രസമുള്ള രീതിയിലോ പാടുന്ന ഒരു സിംഗറായിട്ട് തോന്നിയിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ ഉള്ളിലെ ഒപ്പീനിയൻ? എന്താ? ദിശ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു, ഡെയിലി മുടങ്ങാതെ രാവിലെ ആള് തീരുമാനിച്ച സമയം എന്താണോ അത്രയും സമയം പ്രാക്ടീസ് ചെയ്യുക, ചെറുപ്പം മുതലേ പ്രാക്ടീസ് ചെയ്യുക. അതിന്റെ റിസൾട്ടാണ് ദിശയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തൊണ്ടയിൽ വരാത്തതൊന്നുമില്ല. അതെ അതെ അതെ, ഏത് സാധനവും അലക്കും. അതെല്ലാം ആ ഒരു
നിങ്ങളെ ഇൻസ്പയർ ചെയ്തിട്ടില്ലേ ശരിക്കും? ഓ പിന്നെ 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 സ്റ്റാർ സിംഗറിൽ വരുന്നതിന് മുമ്പ് ഉള്ള ഒരു ശ്രീരാഗ് ഉണ്ട്. ഇപ്പൊ അത് മാറി. കുറേ കാര്യങ്ങൾ, ഗ്രൂമിങ്, കൂട്ടത്തിലുള്ള കുറെ പേരുടെ ഇൻസ്പിറേഷൻ, ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് നമുക്കുണ്ടാക്കിയ ഒരു മാറ്റമുണ്ട്. അത് എത്രത്തോളം ഇമ്പ്രൂവ്ഡ് ആയി ശ്രീരാഗ് എന്നൊക്കെ കരുതുന്നത്? ഞാൻ കുറച്ചുകൂടെ തുറന്നു പാടാൻ തുടങ്ങി എന്നുള്ളതാണ്. ചില സമയത്ത് നമ്മൾ പിടിച്ചിട്ടൊക്കെ ആയിരിക്കും പാടുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും പുറത്തുനിന്നൊരു അഭിപ്രായം വേണ്ടി വരും. അതൊന്ന് ഇങ്ങനെ പാടി നോക്ക് എന്ന് പറയുമ്പോൾ കൊള്ളാം, അങ്ങനെ ഒരാൾ പറയേണ്ടി വരണമല്ലോ. അങ്ങനെ ചില നമുക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ മറ്റൊരാൾ പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോഴുള്ള ഗുണങ്ങൾ, അങ്ങനെ ഗ്രൂമിങ്ങിലൂടെ അങ്ങനെ കുറേ സിംഗിങ് വൈസ് നല്ല മാറ്റങ്ങൾ വന്നു. ടൈം ലിമിറ്റിനുള്ളിൽ നമ്മൾ പ്രഷർ ചെയ്ത് ഇത് പഠിച്ചേ പറ്റൂ. അപ്പോൾ അത് നമ്മളെ ഭയങ്കരമായിട്ട് ഉയർത്തില്ലേ? നമ്മളത് പഠിച്ചേ പറ്റൂ എന്ന് പറയുന്നൊരു സാധ്യതയും കൂടെ അല്ലേ അത്? അതെ, പക്ഷെ എനിക്ക് പാട്ടിൻ്റെ കാര്യത്തിൽ അത് എനിക്ക് അങ്ങനെ വർക്കാവില്ല. ആ സമയത്തിൻ്റെ ഉള്ളിൽ എനിക്ക് എന്താണോ എങ്ങനെയാണോ പഠിക്കാൻ പറ്റുന്നത് അതാണ് ഞാൻ പാടുന്നത്. അതിനനുസരിച്ച് കേൾക്കുമ്പോൾ മാർക്ക് കുറയാൻ കൂടാം, നന്നാവാതിരിക്കാം, മാക്സിമം ശ്രമിക്കും നമ്മൾ. പക്ഷെ ഒരു പാട്ടിൻ്റെ മുകളിൽ ഒരുപാട് ഇങ്ങനെ പ്രഷർ കൊടുത്ത് ഇത് പഠിക്കണം എന്ന് ഓർത്തിട്ട് എനിക്ക് പാട്ട് പഠിക്കാൻ പറ്റില്ല. സിനിമ പാട്ട് ഇതുവരെ ഒരു എന്തിനെങ്കിലും വേണ്ടി ഇങ്ങനെ പഠിച്ചിട്ടില്ല പാടാൻ വേണ്ടിയിട്ട്. നമ്മൾ കേൾക്കുന്ന പാട്ട് ഒരു പരിപാടിക്ക് പോകുമ്പോൾ അത് ഇവിടെ പാടുക എന്നുള്ളൂ, അല്ലാതെ പരിപാടിക്ക് വേണ്ടി ഇങ്ങനെ പാട്ട് പഠിക്കണം അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല. അത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം. പെട്ടെന്ന് അതിനോടുള്ള ഒരു സമീപനം മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമ്മുടെ പാട്ടിൽ ബാധിക്കും. ഈ എൻ ജീവനെ പാടുന്നത് വിദ്യാസാഗർ സാർ മുമ്പിലിരിക്കുമ്പോഴാണ്. അപ്പം ആ ക്രിയേറ്റർ മുമ്പിലിരിക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കും ഒരു ചെറിയൊരു മുട്ടുവിറയിൽ ഉണ്ടാവും. പക്ഷെ അത് ഓവർകം ചെയ്ത് നമ്മൾ പാടുന്നത് ഒരുപക്ഷെ കോൺഫിഡൻസ് ആയിരിക്കാം, ഇല്ലെങ്കിൽ അവിടെ ആ വേദി തരുന്ന ഒരു ഇതായിരിക്കാം, സപ്പോർട്ടായിരിക്കാം. എൻ ജീവനെ പാടുന്ന സമയത്ത് വിദ്യാസാഗർ അത് കേൾക്കുന്നുണ്ട് എന്നുള്ളത് പാടുന്ന സമയത്തൊക്കെ ഓർക്കുന്നുണ്ടായിരുന്നു? എനിക്ക് പൊതുവെ എനിക്കിഷ്ടമുള്ള പാട്ട് എൻ്റെ കയ്യിൽ നിൽക്കുന്ന പാട്ടാന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടെങ്കിൽ എനിക്ക് പാടാനുള്ള അങ്ങനെ ഒരു പേടിയൊന്നുമില്ല. ഞാൻ എൻ ജീവനെ പാടിക്കഴിയുമ്പോൾ ഞാൻ തന്നെ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ പാടും. എനിക്കത് ഇഷ്ടമുള്ളൊരു പാട്ടും കൂടിയാണ്. അപ്പോൾ അത് എനിക്ക് തന്നെ ഞാൻ പാടുന്നതിൽ ഇഷ്ടമുള്ള പല ഭാഗങ്ങളും ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് പറഞ്ഞാൽ അവിടെ ഇത് ഉണ്ടാക്കിയ ആളെ കേൾപ്പിക്കാമല്ലോ എന്നുള്ള ആ ഒരു വികാരമാണ് അവിടെ. പാട്ട് കമ്പോസ് ചെയ്ത വിദ്യാസാഗർ സാർ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ പുള്ളി എനിക്ക് എൻ്റെ വേർഷൻ കേൾപ്പിക്കണം എന്നുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആണ് അവിടെ ഉണ്ടാകുന്നത്. അല്ലാതെ അയ്യോ സാറ് ഇരിക്കുന്നുണ്ട്, പുള്ളി ഉണ്ടാക്കിയ പാട്ടാ, അങ്ങനെ വരാറില്ല എനിക്ക് പേടി. നേരെ മറിച്ച് എനിക്കൊരു പാട്ടിൽ ശരി ഒരു സ്ഥലത്ത് എൻ്റെ പ്രശ്നമുണ്ട് ശരിക്കും, അത് ഈ കോമ്പറ്റീഷന് ഭയങ്കര പ്രശ്നമാണ് അങ്ങനെ ഒരു തോട്ട് വരുന്നത്. പക്ഷെ എനിക്കത് വരും. ഞാൻ പാടുന്നത് അവിടെ ശരിയായില്ല എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാനതിൽ കോൺഷ്യസ് ആവും. നേരെ മറിച്ച് ആ പാട്ടിൽ എൻ്റെ കയ്യിലുള്ള പാട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെ തെറ്റുകൾ വരാതിരിക്കാം, പക്ഷെ പേടി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് മെലഡികളൊക്കെ പാടുമ്പോൾ എനിക്ക് കൂടുതലും അവിടെ മാർക്കൊക്കെ കിട്ടിയിട്ടുള്ളത് മെലഡി പാടിയിട്ടാണ്. ഇതിലെനിക്കൊരു പേടിയില്ലാത്തതുകൊണ്ടാണ്. അവിടെ സ്റ്റേജിൽ എല്ലാവരും പേടിച്ചിട്ടൊക്കെയാണ് മാർക്ക്, എല്ലാവരും നന്നായി പാടുന്നവരാണ്. നിങ്ങളെ എല്ലാവരെയും കുറിച്ച് അങ്ങനെ തന്നെ അഭിപ്രായമുള്ളത്. ഇപ്പോൾ സ്റ്റാർ സിംഗർ ആയിട്ടുള്ള നവീന് എന്നെ കണ്ടപ്പോൾ പറഞ്ഞത് അസാധ്യമായിട്ട് പാടുന്നുണ്ട്, ഇവർ ആരാണ് ടോപ്പ് ആവുക ആരാണ് ഔട്ട് ആവുക എന്നൊന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഉള്ളത്. ഫൈനൽ 6 എത്തുന്ന സമയത്ത് അങ്ങനെ ഒരു കമന്റ് നവീൻ പറഞ്ഞു. അത് നമുക്ക് മനസ്സിലാവുന്നത് എത്രത്തോളം നിങ്ങൾ മത്സരിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായിരുന്നു. അത്രയും നല്ല സിംഗേഴ്സ് ആയതുകൊണ്ടാണ്. എൻ ജീവനെ 2 വരി ഏറ്റവും ഇഷ്ടപ്പെട്ട പോർഷൻ തന്നെ പാടും. മിഴി നിറയുന്നു മൊഴിയിടറുന്നു അറിയാതൊഴുകി വേദനകൾ നിലയറിയാതെ ഇടമറിയാതെ തേടുകയാണിൻ വ്യാമോഹം ഒരു തീരാ സ്വപ്നം മാത്രം തേങ്ങി നെഞ്ചിൽ ഒരു തീരാദാഹം മാത്രം വിങ്ങുന്നു ഇനിയുന്നു നീതിലേ വരും ഒരു സ്നേഹരാഗം പാടാം. എൻ ജീവനെ എങ്ങാണു നീ ഇനി എന്നു കാണും വീണ്ടും.
എനിക്ക് ഹമ്മിങ് അതിൽ അങ്ങനെ പാടുന്നില്ല, അത് ഫ്ലൂട്ടിൽ. അതെ 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 അതെ. ശരിക്കും ശ്രീരാഗിന്റെ ഉള്ളില് ഈ പാട്ട് പാടുന്ന സമയത്ത് എന്ത് വിഷ്വലായിരിക്കും പോവുക? എന്താണ് മനസ്സിലെ സങ്കല്പം? ജാനകിയമ്മയുടെ പാട്ട് ഉം. എന്നാണ് എൻ്റെ മനസ്സിൽ ഉം. തുടങ്ങുന്ന എൻ ജീവനെ നിൽക്കുന്ന തൊട്ടിട്ട്. പിന്നെ ഈ പാട്ടിനൊരു വിഷമ സ്വഭാവമുണ്ട്. പൊതുവെ ഞാൻ സന്തോഷമുള്ള പാട്ട് പാടിയാലും ഒരു വിഷമ പാട്ടിലേക്ക് പോകുന്നതാണ് കുറെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയാറ്. അപ്പൊ എന്താണ് ഉള്ളിലെന്ന് അറിയില്ല, പക്ഷെ ഒരു വിഷമമാണ് മൊത്തത്തിൽ. എന്ത് വിഷമാണെന്ന് എനിക്കറിയില്ല.